ലഹരി മാഫിയയുടെ കരുനിഴൽ മാറ്റാൻ ഓപ്പറേഷൻ തുഫാൻ, ക്രിമിനലുകളുടെ സുഖവാസത്തിന് കൂട്ടിയ ഓപ്പറേഷൻ കൊടിസുനി, സിപിഎമ്മിന്റെ കോട്ടകളെ വിറപ്പിച്ച് രമേശ് ചെന്നിത്തലയുടെ അത്യുഗ്രൻ ആഭ്യന്തര വിപ്ലവം. ലഹരി മാഫിയയെ ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ പദ്ധതിയിലൂടെ ഇതിനോടകം തന്നെ 340 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 368 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജൂൺ 2-ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ച ഈ ഒരു മിന്നൽ പരിശോധനയിലൂടെ വൻതോതിലുള്ള ലഹരി മരുന്ന് ശേഖരം പോലീസ് പിടിച്ചെടുത്തത്. പദ്ധതി തുടങ്ങി ആദ്യത്തെ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ സംസ്ഥാനത്താകെ 104 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 137 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ക്യാരവാനുകളോ പഞ്ചനക്ഷത്ര ഹോട്ടലുകളോ DJ പാർട്ടികളോ ആയാലും പദവിയും സ്റ്റാറ്റസും നോക്കാതെ പോലീസ് പരിശോധന നടത്തുമെന്നും പറഞ്ഞു. കേരളത്തിന്റെ ക്രമസമാധാന നിലയെ വെല്ലുവിളിച്ച ലഹരി ഗുണ്ട മാഫിയകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പടയൊരുക്കവുമായിട്ട് ആഭ്യന്തര വകുപ്പ് കളം പിടിക്കുമ്പോൾ അണിയറയിൽ വിജയഗാഥ രചിക്കുന്നത് രമേശ് ചെന്നിത്തല എന്ന കരുത്ത ജനനായകനാണ്. ആലപ്പുഴയിലെ വ്യാജ രക്ഷാപ്രവർത്തകരെ നിയമത്തിന്റെ വലയിലാക്കിയും കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലെ കുബുദ്ധികളെ വെട്ടിലാക്കിയും ചെന്നിത്തല നടത്തിയ മിന്നൽ നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം എഴുതുകയാണ്. ജയിൽ ചട്ടങ്ങളുടെ പഴുതുകൾ ഉപയോഗിച്ച് ക്രിമിനലുകൾ പുറത്തിറങ്ങുന്ന കാലം കഴിഞ്ഞെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോലീസ് റിപ്പോർട്ട് എതിരെങ്കിൽ ഒരു പ്രതിയും ഇനി ജയിലിൽ മോചിതനാകില്ല എന്ന ഉറച്ച നിലപാടിലാണ് അദ്ദേഹം. രാഷ്ട്രീയ തണലിൽ ജയിലുകളിൽ രാജകീയ ജീവിതം നയിച്ചിരുന്ന കൊടിസുനിമാരെ ഇരുമ്പഴിക്കുള്ളിൽ സ്ഥിരമായിട്ട് തളയ്ക്കാൻ ഓപ്പറേഷൻ കൊടിസുനിയുമായിട്ട് ചെന്നിത്തല ഇറങ്ങിയത് സിപിഎമ്മിന്റെ നെഞ്ചു പിളർക്കുന്ന പ്രഹരമായിട്ട് മാറിയിരിക്കുകയാണ്. ജയിൽ അധികൃതരുടെ അവിഹിതമായിട്ടുള്ള വിവേചന അധികാരങ്ങൾ പാടിപ്പൂട്ടി കുറ്റവാളികൾക്ക് തടവറ തന്നെയെന്ന് ഉറപ്പാക്കുന്ന ചെന്നിത്തലയുടെ ദീർഘവീക്ഷണം ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. നാടിനെ മയക്കുമരുന്നിൽ നിന്ന് രക്ഷിക്കാൻ തുടങ്ങിയ ഓപ്പറേഷൻ തുഫാൻ കൂടി വിജയകരമാകുന്നതോടെ കേരളത്തിന്റെ ആഭ്യന്തര ചരിത്രത്തിൽ ചെന്നിത്തലയുടെ പോര് സുവർണ അക്ഷരങ്ങളിൽ എഴുതി ചേർക്കപ്പെടും. സംസ്ഥാനത്തെ ജയിലുകളിൽ രാഷ്ട്രീയ തടവുകാർക്കും ക്രിമിനലുകൾക്കും വഴിവിട്ട പരോളും ആനുകൂല്യങ്ങളും നൽകുന്ന സുഖവാസവും ഇനി അവസാനിക്കുന്നു. ജയിൽ ചട്ടങ്ങൾ അട്ടിമറിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് തടവുകാരെ വാരികോരി പുറത്തുവിടുന്ന രീതി പൂർണ്ണമായിട്ടും നിർത്തലാക്കാൻ ആഭ്യന്തര വകുപ്പ് കർശന നിർദ്ദേശം നൽകി. ക്രമസമാധാന പാലനത്തിനായിട്ട് സംസ്ഥാനത്ത് ആവിഷ്കരിച്ച ഓപ്പറേഷൻ തുഫാൻ വൻ വിജയത്തിന് പിന്നാലെ ജയിലുകളിലെ ക്രിമിനലുകളെ ലക്ഷ്യമിട്ട് അതിവേഗ നീക്കവുമായിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്തിറങ്ങിക്കഴിഞ്ഞു. പോലീസ് റിപ്പോർട്ട് എതിരാണെങ്കിൽ ഒരു കാരണവശാലും തടവുകാർക്ക് പരോൾ അനുവദിക്കില്ല എന്നതാണ് പുതിയ തീരുമാനം. അതിശക്തമായിട്ടുള്ള ഈ ഒരു പുതിയ ആഭ്യന്തര നയത്തിന് പിന്നിൽ കൃത്യമായൊരു രാഷ്ട്രീയ നിയമം ലക്ഷ്യമുണ്ട്. പുറത്തുനിന്നുള്ള ഗുണ്ടകളെയും സാമൂഹിക വിരുദ്ധരെയും അടിച്ചമർത്താനാണ് ഓപ്പറേഷൻ തുഫാൻ എങ്കിൽ അകത്തുള്ള കൊടും ക്രിമിനലുകൾ പരോളിന്റെ മറവിൽ പുറത്തിറങ്ങും. വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കാൻ ആവിഷ്കരിച്ചതാണ് പുതിയ ഓപ്പറേഷൻ കൊടിസുനി. TP ചന്ദ്രശേഖർ വധക്കേസ് പ്രതികളും പെരിയാർ ഇരട്ടക്കൊലക്കേസ് പ്രതികളും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ക്രിമിനലുകൾ ഇനി ജയിലിൽ തന്നെ കഴിയേണ്ടി വരുമെന്നാണ് ഈ അതിവേഗ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത്. ഒപ്പം മുൻ സർക്കാരിന്റെ കാലത്തെ വലിയ വിവാദങ്ങളായിട്ടുള്ള ദുരന്ത രക്ഷാപ്രവർത്തന വീഴ്ചകളും കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലും പുനരന്വേഷണം പ്രഖ്യാപിച്ച ചെന്നിത്തല പുറത്തുള്ള ക്രിമിനലുകളെ അകത്താക്കാനും ജയിലിനകത്തുള്ളവരെ പുറത്ത് വിടാതിരിക്കാനുമുള്ള ഇരട്ടപ്പൂട്ടാണ് ഒരേ സമയം തിരിക്കുന്നത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിലെ പുനരന്വേഷണം പിണറായിയുടെ മുൻ ഗൺമാൻമാരെ അടക്കം വെട്ടിലാക്കി. ഇതിനൊപ്പം കാഫിർ സ്ക്രീൻഷോട്ടിലും പുനരന്വേഷണം വരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിലെ CBI അന്വേഷണത്തിനും ആഭ്യന്തര വകുപ്പ് എതിര് നിന്നില്ല. ഇങ്ങനെ പല നിർണായക തീരുമാനങ്ങൾക്ക് ശേഷമാണ് പരോൾ പൂട്ടുവരുന്നത്. കൊടിസുനി പോലുള്ള ക്രിമിനലുകൾക്ക് ഇനി പരോൾ കിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ജയിൽ വകുപ്പ് മേധാവിയുടെ വിവേചനാധികാരം പരമാവധി ദുരുപയോഗം ചെയ്താണ് പല പ്രമാദമായ കേസുകളിലെയും പ്രതികൾക്ക് പരോൾ അനുവദിച്ചിരുന്നത്. തടവുകാരനെ പുറത്തുവിട്ടാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന ലോക്കൽ പോലീസിന്റെ റിപ്പോർട്ടുകൾ പോലും അവഗണിച്ചായിരുന്നു ഈ വിട്ടയക്കൽ. പെരിയാർ ഇരട്ടക്കൊലക്കേസ് പ്രതികൾ ഇത്തരത്തിൽ വഴിവിട്ട് പരോൾ ആസ്വദിച്ചത് വലിയ ആക്ഷേപങ്ങൾക്ക് കാരണമായിരുന്നു. പുതിയ നിർദ്ദേശപ്രകാരം ഈ ഒരു വിവേചനാധികാരം റദ്ദാക്കപ്പെടുന്നതോടെ പോലീസ് റിപ്പോർട്ട് നെഗറ്റീവായ ഒരു പ്രതിക്കും ഇനി ജയിലിന് പുറത്തിറങ്ങാനായില്ല. ചട്ടങ്ങൾ പൂർണ്ണമായിട്ട് പാലിച്ച് അർഹതപ്പെട്ടവർക്ക് മാത്രമേ സാധാരണ അവധിക്ക് അർഹതയുണ്ടാകൂ. TP ചന്ദ്രശേഖർ വധക്കേസിലെ കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രതികൾ ജയിലിനകത്തും പുറത്തിറങ്ങുന്നതും സമാന്തര സാമ്രാജ്യം ഭരിക്കുന്നു എന്ന ആക്ഷേപം കാലങ്ങളായി ഉള്ളതാണ്. ഇതിനു പുറമെ വിരലിലെണ്ണാവുന്ന വർഷങ്ങൾ മാത്രം തടവ് പൂർത്തിയാക്കിയ ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിന് ജയിൽ ചട്ടങ്ങൾ മറികടന്ന് ശിക്ഷാ ഇളവ് നൽകി വിട്ടയച്ച മന്ത്രിസഭാ തീരുമാനം മുൻ സർക്കാരിനെ വൻ പ്രതിരോധത്തിലാക്കിയിരുന്നു. സംസ്ഥാനത്തെ 250ഓളം വരുന്ന
വനിതാ തടവുകാരുടെ വിടുതൽ അപേക്ഷകൾ വർഷങ്ങളായിട്ട് കെട്ടിക്കിടക്കുമ്പോഴായിരുന്നു ഷെറിന് വേണ്ടി മാത്രം പ്രത്യേക താല്പര്യമെടുത്ത് ഫയലുകൾ നീക്കിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ട് തയ്യാറാക്കിയ മോചന പട്ടികയിൽ TP കേസ് പ്രതികളെ വരെ ഉൾപ്പെടുത്താൻ നീക്കം നടന്നത് ഈ ഘട്ടത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ജയിൽ ചട്ടപ്രകാരം ഒരു തടവുകാരനും വർഷത്തിൽ 60 ദിവസമാണ് പരോൾ ലഭിക്കുക. ഇത് 2 തവണയോ 4 തവണയോ ഉപയോഗിക്കാം. ഇതിനായി പോലീസിന്റെയും പ്രൊബഷൻ ഓഫീസറുടെയും അനുകൂല റിപ്പോർട്ടുകൾ ജയിൽ മേധാവിക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ മുൻപ് പോലീസ് റിപ്പോർട്ട് പ്രതികൂലമായാലും DGPയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പരോൾ ഒപ്പിട്ട് നൽകുന്ന പതിവുണ്ടായിരുന്നു. ഒരിക്കൽ പരോൾ ഒപ്പിച്ചു വാങ്ങിയാൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അത് പുതുക്കി കിട്ടാനും പ്രതികൾക്ക് എളുപ്പമായിരുന്നു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി വാങ്ങിയിരുന്ന ഈ ഒരു പ്രത്യേക ആനുകൂല്യത്തിനാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ കത്രിക വെച്ചിരിക്കുന്നത്. തടവുകാരുടെ ശിക്ഷാ കാലാവധി അവലോകനം ചെയ്യാനും നല്ല നടപ്പുകാരായിട്ടുള്ള തടവുകാരെ വിട്ടയക്കാനും സർക്കാരിന് ശുപാർശ നൽകേണ്ട ജയിൽ ഉപദേശ സമിതികൾ പൂർണ്ണമായിട്ട് പുനഃസംഘടിപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചു. ജയിൽ DGP ചെയർമാനായിട്ടുള്ള സമിതിയിൽ സെഷൻ ജഡ്ജി, കളക്ടർ എന്നിവർക്ക് പുറമെ രാഷ്ട്രീയ താൽപര്യപ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന 3 പേർ കൂടി ഉണ്ടാകും. മുൻ സർക്കാരിന്റെ കാലത്ത് CPM നേതാക്കളായിട്ടുള്ള P ജയരാജൻ, പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, തൃക്കരിപ്പൂർ മുൻ MLA M രാജഗോപാൽ എന്നിവരെയാണ് കണ്ണൂർ, വിയൂർ ജയിൽ സമിതികളിൽ നിയമിച്ചിരുന്നത്. പാർട്ടി നേതാക്കൾ സമിതിയിൽ ഇരുന്ന് സ്വന്തം അണികളായിട്ടുള്ള ക്രിമിനലുകൾക്ക് പരോളും ശിക്ഷാ ഇളവും എഴുതി വാങ്ങുന്നു എന്ന പരാതി വ്യാപകമായി തുടർന്ന് ഉണ്ടായിരുന്നു. ഇവരെ സമിതിയിൽ നിന്ന് അടിയന്തരമായിട്ട് ഒഴിവാക്കുകയും ചെയ്യും. കേവലം ജയിൽ പരിഷ്കരണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു അതിവേഗ നീക്കങ്ങൾ. മുൻ ഭരണകാലത്ത് വിവാദമായിട്ടുള്ള പ്രളയ ദുരിത രക്ഷാപ്രവർത്തനങ്ങളിലെ അഴിമതികളെ കുറിച്ചും സോഷ്യൽ മീഡിയ ഉലച്ച കഫീർ സ്ക്രീൻഷോട്ട് വിവാദത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പുനരന്വേഷണത്തിനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. മുൻപ് പാർട്ടി താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പോലീസ് ഒത്തുതീർത്ത കേസുകളിലെ യഥാർത്ഥ പ്രതികളെ വെളിച്ചത്തു കൊണ്ടുവരികയാണ് ലക്ഷ്യം. ഈ ഒരു പുനരന്വേഷണങ്ങളിലൂടെ നിയമനം ലംഘിച്ച് പുറത്തുവരാനുള്ള വമ്പന്മാരെ ജയിലിനകത്താക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ പുറപ്പാട്. ഓപ്പറേഷൻ തുഫാൻ വഴി സംസ്ഥാനത്തെ ഗുണ്ടാ ശൃംഖലകളുടെ നട്ടലൊടിക്കാൻ പോലീസ് ഇറങ്ങിക്കഴിഞ്ഞു. കഞ്ചാവ് ലഹരി മാഫിയകൾക്കെതിരെയും കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെയും ശക്തമായിട്ടുള്ള നടപടികളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായത്. ഈ നടപടികൾ താൽക്കാലികമായിട്ട് അവസാനിക്കുന്നതല്ല എന്നും അതിന്റെ തുടർച്ച തന്നെയാണ് ജയിലുകളിലെ കർശന നിയന്ത്രണങ്ങൾ എന്നും ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നു. പുറത്തു ഗുണ്ടകളെ പിടികൂടുകയും ജയിലിലുള്ള പ്രമുഖ ക്രിമിനലുകൾ പരോൾ വഴി പുറത്തിറങ്ങി അതേ കൊട്ടേഷൻ സംഘങ്ങളെ നയിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് ഇതോടെ മാറ്റമുണ്ടാകും. രാഷ്ട്രീയ കൊലക്കേസ് പ്രതികൾക്ക് പരോൾ കാലയളവുകളിൽ നാട്ടിൽ ലഭിക്കുന്ന അനിവാര്യ സ്വീകരണങ്ങളും അവർ നടത്തുന്ന നിയമവിരുദ്ധ കൂട്ടായ്മകളും രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. ജയിലിൽ കിടക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ സൗകര്യങ്ങൾ പരോൾ വഴി പുറത്തിറങ്ങുമ്പോൾ ഈ പ്രതികൾക്ക് രാഷ്ട്രീയമായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന കണ്ടെത്തലാണ് ആഭ്യന്തര വകുപ്പിനെ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. അടുത്ത ബന്ധുക്കളുടെ മരണമോ മാരകമായിട്ടുള്ള രോഗങ്ങളോ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ ഇനി 15 ദിവസം വരെയുള്ള അടിയന്തര പരോൾ അനുവദിക്കുകയുള്ളൂ.